ഞാനൊരു നേർച്ചമ്മാൻ വേണ്ടി നേർന്നായിരുന്നു. ഞാൻ അതിന്റെ കാര്യം ആലോചിക്കുമായിരുന്നു. നല്ലതാ. പക്ഷേ ഈ ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാ നിനക്ക് പിന്നെ അനങ്ങാൻ പറ്റൂ? അതാ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അവിടെ ഇരിക്കും സാറേ. കുറച്ചു മുമ്പ് നല്ലോണം വെള്ളം കുടിച്ചതല്ലേ, ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞ് കുടിക്കാം. റിസൾട്ട് വന്നോ സിസ്റ്റർ? വന്നു. എന്താണ് റിസൾട്ട് എന്ന് അറിയാൻ പറ്റുമോ? ഒന്ന് വെയിറ്റ് ചെയ്യണേ, റിസൾട്ട് ഡോക്ടർ പറയും. ഡോക്ടർ, റിപ്പോർട്ടിൽ എന്താ ഡോക്ടർ ഉള്ളത്? നമ്മൾ വിചാരിച്ച പോലെ ഈ ഇൻഹേലറിൽ വിഷാംശമൊന്നുമില്ല. ഇറ്റ് ഈസ് ഗുഡ് ഇൻ കണ്ടീഷൻ. പിന്നെ എങ്ങനെ വർമ്മ സാറിന്റെ ലങ്സ് ഇൻഫെക്റ്റഡ് ആയി? എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഡിസ്ചാർജ് എഴുതി തരാം. വർമ്മ സാറിന്റെ ഹെൽത്ത് ഇപ്പൊ ഓക്കെയാണ്. കുറച്ച് ദിവസത്തേക്കൊന്ന് കെയർ ചെയ്യണം. ആരാ വർമ്മ സാറിനെ നോക്കാൻ വീട്ടിലുള്ളത്? രതിക മേഡം ഉണ്ട്, വർമ്മ സാറിന്റെ മകളാ. ഗുഡ്. ഒന്ന് വരൂ, ഞാൻ വേണ്ട നിർദ്ദേശങ്ങൾ തരാം. ചെല്ലു മേഡം. രാജു, ഇത്രയും നേരം നിങ്ങൾ എന്നെ സംശയിച്ചു. നീ എന്റെ ദേഹത്തെ കൈയും വെച്ചു. ഇപ്പൊ എന്തായി? എനിക്ക് നിന്നെ ഇപ്പോഴും വിശ്വാസമില്ല ദീപക്. നീ തന്നെയാണ് എന്തോ ചെയ്തത്. അതിന് തെളിവൊന്നുമില്ലല്ലോ രാജു. ചരട് കുറച്ചു നേരം നിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നീ എന്നെ തല്ലിയപ്പോ ഞാനത് സഹിച്ചു. അവസരം എനിക്കും വരും. അന്നും മുതലും പലിശയും ചേർത്ത് ഞാൻ നിനക്ക് തിരിച്ചു തരും. ഒരുങ്ങിയിരുന്നോ നീ? അമ്മയെ വിളിക്കാം. എങ്ങനെയെങ്കിലും ഇൻഹേലർ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. The subscriber you are calling is switched off. Please try after some time. Come on, pick up. ഹലോ, ആരാ? ഞാനാ ദീപക്. എന്താ സാർ ഈ സമയത്ത്? ദിവ്യേ, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പറയുന്നത് പോലെ ചെയ്യണം. നീ വേഗം അമ്മാവിന്റെ മുറിയിൽ പോകണം. മുറിയിൽ എവിടെയെങ്കിലും അമ്മാവിന്റെ ഇൻഹേലർ കാണും. ആ ഇൻഹേലർ നീ എടുക്കണം. എന്നിട്ട് അയ്യോ ദീപക് സാർ, എനിക്ക് പേടിയാ. ഞാൻ പറയുന്ന പോലെ നീ അനുസരിച്ചാൽ നിന്നെ ഞാൻ ഇനി ശല്യം ചെയ്യില്ല. എന്റെ കയ്യിലുള്ള നിന്റെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ അനുസരിക്കാൻ നിനക്ക് മടിയാണെങ്കിൽ നിന്റെ പുറകെ ഞാൻ എപ്പോഴും ഉണ്ടാവും. സൂര്യം തരില്ല ഞാൻ. പോയി പറഞ്ഞതുപോലെ ചെയ്യടി. ശരി സാറേ. അമ്മേ, അമ്മേ, എന്തിനാ എന്നെ? ശബ്ദിച്ചു പോകരുത്. എടാ, നിന്നോട് ആരാടാ പ്രതാപനെ കൊല്ലാൻ ശ്രമിക്കാൻ പറഞ്ഞത്? അമ്മേ, അത് ഞാൻ നമ്മുടെ നല്ലതിനു വേണ്ടിയല്ലേ ചെയ്തേ. നല്ലതേതാ ചീത്ത ഏതാന്ന് തിരിച്ചറിയാനുള്ള വിവേകം നിനക്കുണ്ടാവുന്ന ഞാൻ കരുതിയത്. നിന്റെ തലയ്ക്കകത്ത് കളിമണ്ണാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. പ്രതാപനെ കൊല്ലാനായിരുന്നെങ്കിൽ എനിക്കത് എപ്പോഴേ ആവുമായിരുന്നു ദീപക്. എന്റെ കൈകൊണ്ട് നൽകുന്നത് വിഷമാണെന്ന് അറിഞ്ഞാ പോലും അവൻ ചിലപ്പോ അത് വാങ്ങി കുടിക്കും. ഒരുമിച്ച് വളർന്ന നാൾ മുതൽ ഞാൻ അവനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ നന്ദി സൂചകമായി എനിക്ക് വേണ്ടി മരിക്കാനും അവൻ തയ്യാറാകും. എന്റെ മകനായ നീ അതിന് തയ്യാറാകുമോ? അത് അമ്മേ,
പ്രതാപം മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന അത്രയും നാൾ കരിങ്കല്ല് പോലും വജ്രമാക്കാൻ കഴിവുള്ളവനവൻ. പ്രതാപനെതിരെ ഞാൻ ചെയ്തതൊക്കെ നിനക്ക് വേണ്ടിയാ, നിന്റെ ഭാവിക്ക് വേണ്ടിയാ. നീ പഠിച്ചിട്ടോ രക്ഷപ്പെട്ടില്ല. കുറച്ച് സമ്പത്തുണ്ടാക്കി നിനക്ക് തരാന്ന് വിചാരിച്ചിട്ടാ നിനക്ക് വേണ്ടി ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. ഓ, അപ്പൊ അമ്മ തന്നെ ഞാനൊരു കഴിവില്ലാത്തവനാണെന്ന് പറയുവാണല്ലേ? എന്നെ കുറ്റപ്പെടുത്തുമ്പോ അമ്മ ഒരു കാര്യം ഓർക്കണം. എന്റെ മനസ്സിൽ പകയുടെ വിത്ത് പാകിയത് അമ്മയാണ്. ആ വിഷം വീര്യം കൂടി ഉറഞ്ഞുകൂടി ഇരിക്കുക. ലക്ഷ്യത്തിലെത്താൻ ഈ ദീപക് എന്തും ചെയ്യും, എന്തും. മോനെ, നീ അമ്മ പറയുന്നതിന്റെ പൊരുളൊന്നും മനസ്സിലാക്ക്. നിന്റെ അമ്മാവന്റെ മൊത്ത സ്വത്തും നിനക്ക് ലഭിക്കണം. അത് നീ നേടാൻ പോകുന്നതേ അമ്മാവന്റെ ജീവൻ കളഞ്ഞിട്ടാവരുത്. ഋതികയുടെ കഴുത്തിൽ നീ താലി ചാർത്തിയിട്ടാവണം. അതും നിന്റെ അമ്മാവന്റെ അനുവാദത്തോടു കൂടി. നീയൊന്നോർത്തോ, പ്രതാപനും ഋതികയും തമ്മിലുള്ള അകലം കുറഞ്ഞാൽ നിനക്കൊരിക്കലും ഋതികയെ കിട്ടില്ല. പ്രതാപനെ നീ കൊല്ലാൻ ശ്രമിച്ചപ്പോ അവനെ ഋതിക ആശുപത്രിയിൽ എത്തിച്ചു, ജീവൻ രക്ഷിച്ചു. പ്രതാപന്റെ മനസ്സിൽ അവളോടുള്ള മഞ്ഞുമല ഇടിയാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിന്റെ ലക്ഷ്യത്തിന് തടസ്സമാണ്. നീയായിട്ട് അവൾക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്റെ തെറ്റെനിക്ക് മനസ്സിലായമ്മേ. നല്ലത്. അച്ഛനും മകളും ഒന്നാവാൻ ഇനി ദീപക് സമ്മതിക്കില്ലമ്മേ. മിടുക്കൻ. നീ അതിനുള്ള വഴി ആലോചിക്ക. മനസ്സിലായല്ലോ? നിന്റെ മാർഗത്തിൽ ഇനി കുരുതികളില്ല, കുതന്ത്രങ്ങൾ മാത്രം. മനസ്സിലായമ്മേ. കണ്ടോ അമ്മ, ചേച്ചി വല്യച്ഛന്റെ കൈ പിടിച്ചിട്ടും വല്യച്ഛൻ വഴക്ക് പറഞ്ഞില്ല. എന്താ അമ്മ ഇവിടെ നടക്കുന്നത്? രാജു, ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനായി എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ആശുപത്രിയിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തത്? അതെ. അപ്പോ എനിക്ക് നടക്കാൻ പരസഹായത്തിന്റെ ആവശ്യമുണ്ടോ? പ്രതാപ, നീ തിരിച്ചു വന്നല്ലോ. ഈ ചേച്ചിക്ക് ഇപ്പോഴാ മോനെ ശ്വാസം നേരെ വീണത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്താകുമെന്ന് ഭയന്ന് എന്റെ മനസ്സ് ഉരുകുകയായിരുന്നു. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാനതെങ്ങനെ സഹിക്കും പ്രതാപ? നിന്നെ വന്ന് കാണാനുള്ള മനക്കെട്ടി എനിക്കില്ലായിരുന്നു. അതാ ഞാൻ ആശുപത്രി വരാതിരുന്നത്. എന്റെ നേർച്ചയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലം കണ്ടു. നീ തിരിച്ചു വന്നു. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് പ്രതാപ? ഞാനിപ്പോ ഓക്കെയാണ് ചേച്ചി. കുറച്ചു ദിവസത്തേക്ക് നീ ഇനി ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചാ മതി. ബാക്കിയൊക്കെ രാജു നോക്കിക്കോളും. ഏത് മഹാപാപിയുടെ കണ്ണ് പതിഞ്ഞതാ
ഋതുമോളെ, മോളുടെ കൈകൊണ്ട് തന്നെ ആരതി ഒഴിഞ്ഞ് പ്രതാപനെ അകത്തേക്ക് സ്വീകരിക്ക്. എല്ലാ ദൃഷ്ടിദോഷവും മാറട്ടെ. എന്താ അമ്മ അമ്മായിക്കൊരു മാറ്റം? ഓന്തിനെ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറാനും നിന്റെ അമ്മായിക്ക് കഴിയുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മ, ഞാൻ സഹായിക്കാം. വർമ്മ സാർ പറഞ്ഞത് ദീപക് സാറും കേട്ടതല്ലേ? വർമ്മ സാറിന് പരസഹായം വേണ്ട സർ. പ്രതാപേട്ട, താഴെ ഏതെങ്കിലും റൂം അറേഞ്ച് ചെയ്യണോ? ഏയ് വേണ്ട യാമിനി, കുറച്ച് സ്റ്റെപ്പുകളല്ലേ ഉള്ളൂ. ഐ ക്യാൻ മാനേജ്. പ്രതാപ, എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം, ഞാനിവിടെ ഉണ്ട്. അയ്യോ, അംബിക മേഡം എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അതൊക്കെ ഋതിക മേഡം നോക്കിക്കോളും. ഋതിക മേഡത്തോടാണ് വർമ്മ സാറിന് ഏത് സമയത്ത് എന്ത് ഫുഡ് കൊടുക്കണമെന്നും ഏതൊക്കെ ടാബ്ലറ്റ്സ് ആണ് നൽകേണ്ടതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഋതിക മേഡം തന്നെ അതൊക്കെ ശ്രദ്ധിക്കുന്നതല്ലേ നല്ലത്? അല്ല, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറഞ്ഞാ എനിക്കത് മനസ്സിലാവില്ലേ? ചേച്ചി, ചേച്ചി വെറുതെ ബുദ്ധിമുട്ടണ്ട, അതൊക്കെ അവള് നോക്കിക്കോളൂ. രാജു, സർ, നീ ആദ്യം വീട്ടിലേക്ക് ചെല്ലുക. നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നും ഒരല്പം പോലും ഉറങ്ങിയിട്ടില്ലെന്നും എനിക്ക് നന്നായിട്ടറിയാം. യാമിനി, ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. ശരി ഏട്ടാ. അയ്യോ,
ഹലോ ആ അല്ലല്ല PA രാജുവാ. ഇല്ല, വർമ്മ സാറിന് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാ. അദ്ദേഹം ഇപ്പോ നല്ല ഉറക്കത്തിലാ. ആ നാളെ സാറിനെ തിരിച്ചു വിളിക്കാം. ആ ശരി. ഏയ്, ഏയ്, എന്താ രാജു ഇത്? എന്നോട് സ്നേഹമുള്ളവർ എന്റെ ക്ഷേമം അന്വേഷിക്കാൻ വിളിക്കുമ്പോ ഞാൻ അവരോട് സംസാരിക്കാതിരിക്കുന്ന മോശമല്ലേ? വർമ്മ സാറിന് ഇപ്പൊ റെസ്റ്റിംഗ് ടൈമാ. ക്ഷേമം അന്വേഷിക്കാൻ കോൾ ചെയ്യുന്നവര് ചിലപ്പോ കുറച്ചധിക സമയം സംസാരിച്ചെന്നിരിക്കും. വർമ്മ സാറ് 2 ദിവസം പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുത്തേ പറ്റൂ. വലിയൊരു ആപത്തിൽ നിന്നും ദൈവത്തിന്റെ കൃപ കൊണ്ടാ ഒന്നും സംഭവിക്കാതെ ഞങ്ങൾക്ക് വർമ്മ സാറിനെ തിരികെ ലഭിച്ചത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വർമ്മ സാറിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളണമെന്ന് ഋതിക മാഡം എന്നോട് പറഞ്ഞിരിക്കുന്ന. അമ്മായി, കുറച്ചൊന്ന് മാറി നിൽക്കാമോ? അങ്ങനെ ഞാൻ മാറിത്തരൂന്ന് തോന്നുന്നുണ്ടോ ഋതിക നിനക്ക്? എന്റെ അനിയന്റെ കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം. ഇത്രയും നാളും അമ്മായി അച്ഛനെ നോക്കിയതല്ലേ, ഇനി എനിക്കൊരവസരം താ. നിക്ക്. ഇന്നലെ പെയ്ത മഴയിൽ കിളിർത്ത വിത്താണ് നീ. അതെ, പക്ഷേ ഞാൻ വളർന്നത് പെട്ടെന്നായിരുന്നു. എങ്ങനെയാണ് എന്റെ അച്ഛൻ എന്നിൽ നിന്നും അകന്നു നിന്ന് മനസ്സിലാക്കാനും ഞാൻ വളർന്നു. കൊള്ളാം. ഈ അംബികയുടെ മുന്നിൽ നേരെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ നിനക്കായല്ലോ. ആയി, അത് അമ്മായിയെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴാ ഒരു ചാൻസ് കിട്ടിയത്. ഭൂലോകത്തെമ്മാടിയായ അമ്മായിയുടെ മോൻ ദീപകിന് പോലും തല ഉയർത്തി നടക്കാമെങ്കിൽ എന്താ എനിക്കായിക്കൂടെ? എന്റെ വീട്ടില് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ നടക്കും. അത് എന്റെ ഇഷ്ടം. സബാഷ്, നിന്റെ നാവിനും മൂർച്ച വന്നു. അച്ഛനൊന്ന് തോളിത്തൊട്ടെന്ന് വെച്ച് നീ അങ്ങ് മതിമറന്നു തോന്നുന്നു. അതെ, എന്റെ അച്ഛന്റെയും എന്റെ ഇടയില് ചില മാരണങ്ങള് കറങ്ങി തിരിയുന്നുണ്ടായിരുന്നു. അതിന്റെ വലയങ്ങളൊക്കെ മാറി വരികയാണല്ലോ. എന്താണ് നീ പറഞ്ഞേ? ആഹാ, വന്നല്ലോ അടുത്ത മാരണം. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ അമ്മ ആരാണെന്ന് നിനക്ക് അറിയില്ല. അറിയാം, നന്നായി മനസ്സിലായെന്നേ. എന്റെ അച്ഛന്റെ ചോരയും നീരും ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന ഇത്തിൽ ചെടികളാ നിങ്ങള്. അച്ഛന്റെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ അച്ഛനിൽ നിന്നും ഇങ്ങനെ ഇത്രയും നാളും പിണക്കിക്കൊണ്ടിരുന്നതും നിങ്ങളാ. തൽക്കാലം ഞാനീ മനസ്സിലാക്കിയതൊക്കെ പോരെ അമ്മായി? ഇത് തന്നെ ധാരാളമല്ലേ? അതേ ദീപക്കെ, നിന്റെ തൊണ്ട പൊട്ടി ഇപ്പൊ ചോര വരുമല്ലോ. എന്തിനാ നീ ഇങ്ങനെ അലർന്നേ? ഇൻഹേലർ മാറിയെന്ന് അച്ഛനോട് ഡോക്ടർ പറഞ്ഞ കാര്യം അച്ഛനത്ര കാര്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് നീ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നതും എന്നോടിങ്ങനെ സംസാരിക്കുന്നതും. ഞാൻ വേണമെങ്കില് രാജുവിനോടൊന്ന് റെക്കമെൻഡ് ചെയ്ത് അച്ഛനോടൊന്ന് നിന്റെ കാര്യം സംസാരിക്കാന്ന് പറയാം. ഓർമ്മയുണ്ടല്ലോ, വെറുതെ തടി കേടാക്കണ്ടെങ്കിൽ മാറി നിൽക്ക്. ആ അമ്മായി, ഒന്നും തോന്നല്ലേ, എനിക്ക് കുറച്ചുകൂടി പറയണമെന്നുണ്ടായിരുന്നു. പാല് ചൂടാറുന്നതിന് മുൻപ് അച്ഛന് കൊടുക്കണ്ടേ? നീ പോട്ടെ അമ്മായി. ഇവളെ ഞാനെന്നും വേണ്ട ദീപക്, ഇൻഹേലർ മാറ്റിയത് നീയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ ഞാൻ വേറെ രീതിയിൽ ഡീൽ ചെയ്തോളാം. നീയൊന്ന് സൈലന്റ് ആവുന്നതാ തൽക്കാലം നല്ലത്. വാ.
അച്ഛാ. ശരി രാജു